ഹലോ ഗേസ്, ഇത് സാംസങ്ങിൻ്റെ ഒരു അൾട്രാ സ്ലിം ടി വി ആണ്. ഇതിന് കംപ്ലൈൻറ്റ് സൗണ്ട് പ്രശ്നം, സൗണ്ട് ഇല്ല. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓണായി, സൗണ്ട് ഇല്ല. വോളിയം 100, സൗണ്ട് ഇല്ല. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്, തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്പീക്കർ ഓക്കെയാണ്. ഓക്കെ, സ്പീക്കർ ഓക്കെയാണ്. നമുക്ക് ബാക്കി എന്താ പ്രശ്നമെന്ന് നോക്കാം. ഇതാണ് ബോർഡിൻ്റെ ബാക്ക് വ്യൂ. ടി വി ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ടി വി ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ആഡിയോ വോൾട്ടേജ് ഒന്ന് നോക്കാം. ആഡിയോ ഐസിക്കുള്ള വോൾട്ടേജ് ഞാൻ മീറ്റർ നെഗറ്റീവ് അവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലസ് വോൾട്ടേജാണ്, പ്ലസ് 19.8. ഓക്കെയാണ്. ഇത് മൈനസ് വോൾട്ടേജ് ഓക്കെ, 19.7. ഇനി നോക്കേണ്ടത് ഇത് മ്യൂട്ട് വോൾട്ടേജാണ്. അത് 6ാമത്തെ പിന്നാണ്. ഈ ഐസിയുടെ 6ാമത്തെ പിന്നാണ് മ്യൂട്ട് വോൾട്ടേജ്. ഇത് 13.2 കാണിക്കുന്നുണ്ട്. 13.2 മ്യൂട്ട് വോൾട്ടേജ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആഡിയോ കിട്ടാത്ത. ഐസി മ്യൂട്ടാണ് അത്. ഓക്കെ, പിന്നെ ഞാൻ ഐ സി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഐ സി ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഈ മ്യൂട്ട് വോൾട്ടേജ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ആഡിയോ വരാത്തത്. ഞാനതിന് ട്രാൻസിസ്റ്ററൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷെ വന്നില്ല. അപ്പം ഞാനിവിടെ ഈ മ്യൂട്ട് വോൾട്ടേജ് ഒഴിവാക്കാൻ പോവാണ്. ഓക്കെ, ഈ പ്ലസ്സിൽ നിന്ന് ഈ പ്ലസ് വോൾട്ടേജിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഈ മ്യൂട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഈ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ പോകും. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പോയിൻ്റ്. 15K റെസിസ്റ്റൻസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പീക്കർ കൊടുത്ത് ആഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എക്സ്റ്റേണലായിട്ടൊരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്, AV കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പം മ്യൂട്ട് വോൾട്ടേജ് 2-3 ആയിട്ടുണ്ട്. സൗണ്ട് വന്നു. ഓക്കെ ഗൈസ്.